ഇങ്ങനെയൊരു പ്രക്ഷോഭം നടത്താനിടയായ സാഹചര്യത്തെ സംബന്ധിച്ചാണ് സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും ചുരുക്കം ചില വാചകങ്ങളിലൂടെയാണെങ്കിലും ഇവിടെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ കാലാവസ്ഥ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, മഴയൊക്കെ ആണെങ്കിലും നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് ശാന്തമായി ഇവിടെ ഇരിക്കാൻ പറ്റിയൊരു സാഹചര്യം വന്നത് നമ്മുടെ അനിലിന്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ഭരണസമിതി ഈ കെട്ടിടം പൂർത്തിയതുകൊണ്ട്. അല്ലെങ്കിൽ ആ പഴയ കെട്ടിടത്തിന് മുമ്പിൽ തന്നെ ഇരിക്കേണ്ടി വന്നേനെ. കുറച്ചുകൂടി വിശാലമായി ഇത്തരം സമരം നടത്താൻ ഇതിന് മുൻപിൽ തന്നെ സ്ഥലം ലഭ്യമാണ്. ഇന്നലെ LDF-ന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വലിയ പ്രക്ഷോഭം തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ സംഘടിപ്പിക്കുകയുണ്ടായി. വരുന്ന ദിവസങ്ങളിലും പഞ്ചായത്ത് അംഗങ്ങളുടെയും മുനിസിപ്പൽ അംഗങ്ങളുടെയും പ്രക്ഷോഭം കേരളത്തിലാകെ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ 2.5 മാസമാകുമ്പോഴേക്കും ഈ ഗവൺമെന്റ് ചെയ്ത ജനവിരുദ്ധ കാര്യങ്ങൾ വിശദീകരിക്കാൻ 2 ദിവസം നിന്ന് പ്രസംഗിച്ചാൽ പോലും മതിയാകാതെ വരും എന്നതാണ് സാഹചര്യം. ഒരു ഗവൺമെന്റും ഇത്രയും ജനവിരുദ്ധമാകാൻ ഹണിമൂൺ കാലഘട്ടത്തിൽ ശ്രമിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഒരിടത്തും ഒരു സംസ്ഥാന ഗവൺമെന്റും ഈ അധികാരം കിട്ടിയ ഉടൻ തന്നെ ഇത്രയും ജനവിരുദ്ധ നിലപാടുകളിലേക്ക് എത്തിയിട്ടില്ല. ഇവിടെ നേരത്തെ സതീഷ് കണക്കുകളൊക്കെ അവതരിപ്പിച്ചത്, നേരത്തെ നിയമസഭയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം വർദ്ധിപ്പിക്കണം, കൃത്യസമയത്ത് വിതരണം ചെയ്യണം എന്ന് ആധികാരികമായി അവർ ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ ഭരണപക്ഷത്തെ LDF-നെ അധിക്ഷേപിച്ചിരുന്ന പ്രതിപക്ഷ നേതാവാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി. അന്ന് എന്ത് പറഞ്ഞുവോ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് എല്ലാ രംഗത്തും അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വകീരത്തിൽ ഒറ്റയടിക്ക് കുറവുവരുത്തി. കേരളത്തിന്റെ പ്രത്യേകത, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രാദേശിക സർക്കാരുകൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് കേരളം. നമ്മുടെ പഞ്ചായത്താകാം, മുനിസിപ്പാലിറ്റി ആകാം, കോർപ്പറേഷനുകൾ, അവയുടെ പ്രവർത്തന രീതി, അധികാര വികേന്ദ്രീകരണത്തിന്റെ വിശാലമായ അനുഭവം, അത് ലോകം തന്നെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ചെയ്യാത്ത രൂപത്തിൽ ഓരോ വർഷവും 0.5% വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ബജറ്റുകൾ അവതരിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ബജറ്റിൽ 28% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചത്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ശതമാനമാണ് പ്രാദേശിക ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചത്. ഇപ്പോ ഈ ഗവൺമെന്റ് വന്നു പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പലരും കരുതിയിരുന്നത് നേരത്തെ നടത്തിയ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നന്നായി ധനകാര്യ മാനേജ്മെന്റ് അറിയാവുന്നയാൾ, ഖജനാവിലേക്ക് പണം നിറയ്ക്കാവുന്ന അത്ഭുത സിദ്ധിയുള്ളയാൾ, അങ്ങനെയൊരാൾ ധനകാര്യ വകുപ്പ് മന്ത്രിയായും മുഖ്യമന്ത്രിയായും ഒരേ സമയം പ്രവർത്തിക്കുമ്പോൾ താൻ നേരത്തെ പറഞ്ഞത് പൂർണ്ണമായി നടപ്പിലാക്കുന്ന രൂപത്തിൽ വകയിരുത്തലിൽ വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതിന് പകരം 1300 കോടി രൂപയിലധികം ഒറ്റയടിക്ക് വെട്ടിക്കുറച്ചു എന്നുള്ളത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ ഗഡു, ഈ സാമ്പത്തിക വർഷം അനുവദിക്കേണ്ട ആദ്യത്തെ ഗഡു ഇതുവരെയും അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോ കോർപ്പറേഷനുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നൽകിയ സർക്കുലർ പ്രകാരം കേന്ദ്രത്തിന്റെ ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അടിസ്ഥാനത്തിൽ നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന പദ്ധതികളും ഇപ്പോ വിഭാവനം ചെയ്ത പുതിയ പദ്ധതികൾ എല്ലാം നിർത്തിവെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം 16 ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തന്നു. ആ റിപ്പോർട്ട് കേരളത്തിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിൽ പഞ്ചായത്തുകൾക്കുള്ള ഫണ്ട് കുറഞ്ഞു, മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്ക് ആവശ്യമായിട്ടുള്ള വകയിരുത്തൽ വർദ്ധിച്ചു. കാരണം അതിവേഗത്തിൽ നഗരവൽക്കരിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നും കേരളത്തിനകത്ത് സെൻസസ് ടൗണുകളുടെ എണ്ണം അധികമായതുകൊണ്ട് പഞ്ചായത്തുകൾ പോലും കേന്ദ്രത്തിന്റെ കണക്കിൽ സെൻസസ് ടൗണുകളായതുകൊണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ട് ധനകാര്യ കമ്മീഷൻ ശുപാർശ വന്നു കഴിഞ്ഞപ്പോ പഞ്ചായത്തിനുള്ളത് കുറഞ്ഞു, കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി കൂടി. യഥാർത്ഥത്തിൽ കൊച്ചി കോർപ്പറേഷൻ ആ ഗണത്തിൽ കൂടുതൽ വരേണ്ടതാണ്. 16 ധനകാര്യ കമ്മീഷൻ ശുപാർശ വന്നതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെയുള്ള കണക്കുകൂടലിൽ മാറ്റം വന്നു. ആ മാറ്റം വന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല.
ആ മാറ്റം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിന്റെ ധനകാര്യ കമ്മീഷൻ ഒരു സപ്ലിമെന്ററി റിപ്പോർട്ട് തയ്യാറാക്കി. ഈ മാറ്റത്തിനനുസൃതമായി എങ്ങനെയാണ് നമ്മുടെ വകയിരുത്തലിനകത്ത് മാറ്റങ്ങൾ വരുത്തേണ്ടത്, കേന്ദ്രത്തിന്റെ വിഹിതത്തിനകത്ത് അനുപാതം മാറിയതനുസരിച്ചുകൊണ്ട് അത് പദ്ധതികളെ ഒന്നും ബാധിക്കാതെ ഏത് രൂപത്തിലെ പുനഃക്രമീകരണം വേണം. കേരളത്തിന്റെ ധനകാര്യ കമ്മീഷൻ ജൂൺ ആദ്യം ഈ ഗവൺമെന്റ് വന്ന് അധികം കഴിയുന്നതിന് മുൻപ് തന്നെ കേരളത്തിന്റെ ഗവൺമെന്റിന് ഇവിടത്തെ ധനകാര്യ കമ്മീഷൻ സപ്ലിമെന്ററി റിപ്പോർട്ട് നൽകി. നമ്മുടെ രീതി അനുസരിച്ചുകൊണ്ട് സപ്ലിമെന്ററി റിപ്പോർട്ട് കിട്ടിയാൽ ആ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കണം. നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച് നിയമസഭയുടെ രേഖയാക്കി മാറ്റി അതിനനുസരിച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് പോകണം. എന്നാൽ കയ്യിലിരുന്ന ആ സപ്ലിമെന്ററി റിപ്പോർട്ട് കയ്യിൽ തന്നെ വെച്ചു. നിയമസഭ സമ്മേളിക്കുന്ന സമയം, ആ സമയത്ത് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കേണ്ട ഭരണപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടു. ഇനിയിപ്പോ എപ്പോഴാണ് നിയമസഭാ സമ്മേളനം വരുന്നത്? ഒക്ടോബർ നവംബർ മാസവും. അപ്പോ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് പുനഃക്രമീകരണം നടത്തി എപ്പോ നടപടികളിലേക്ക് പോകാൻ കഴിയും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമെന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. പദ്ധതികൾ ജനുവരി മാസത്തിൽ തന്നെ അംഗീകരിക്കണം. കാരണം ഏപ്രിൽ 1 പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ പദ്ധതികളുടെ നടത്തിപ്പിലേക്ക് കടക്കാൻ കഴിയണം. ഇപ്പോ ഈ സംഭാഷണം നടക്കുന്ന ജൂലൈ തീരാണ്. ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, ജൂൺ കഴിഞ്ഞു, ജൂലൈ കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു. ഇതിപ്പോ നൽകിയ പുതിയ നിർദ്ദേശങ്ങൾക്ക് കാത്തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാത്തിരിപ്പും കഴിഞ്ഞ് ആദ്യ ഗഡു കിട്ടുമ്പോ അല്ലെങ്കിൽ എത്ര കിട്ടുമെന്ന് കണക്കാക്കിക്കൊണ്ട് ഈ സ്ഥാപനങ്ങളെല്ലാം വീണ്ടും പുനഃക്രമീകരിക്കണം. ഓഗസ്റ്റ് മാസമാകുമ്പോഴേക്കും അത് ഓണത്തിന്റെ അവധിയിലേക്ക് പോകും. ഫലത്തിൽ 6 മാസം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികളാകെ സ്തംഭിച്ചിരിക്കുന്നതാണ്. ഇവിടെ പാവപ്പെട്ട നമ്മുടെ രോഗികൾ, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർ, അവർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നത് ആ പദ്ധതികളെല്ലാം ഇപ്പൊ നിന്നുപോയിരിക്കുന്നു. അംഗനവാടി, ഈ വർക്കേഴ്സ്, അവർക്ക് ആവശ്യമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം അത് ഇവരെല്ലാം നൽകുന്നത് ഈ സംസ്ഥാനം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. കൊച്ചിയിലാണെങ്കിൽ ബ്രഹ്മപുരത്തിന്റെ ഫണ്ട് ഭൂമി ഏറ്റെടുക്കുമ്പതിന്റെ വായ്പയുടെ ആ പലിശ അടയ്ക്കുന്നതും ഈ ഫണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സാധാരണ വരാറുള്ളത്. ഇപ്പോ സതീഷ് കണക്ക് പറഞ്ഞില്ലേ, ഏകദേശം 80% കട്ട് ചെയ്തുകൊണ്ടാണ്. ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഈ കൊച്ചി നഗരസഭയിൽ ഒരു പ്രമേയം, ഈ നഗരത്തിന്റെ പൊതുവായ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ച LDFന്റെ പാർലമെന്ററി പാർട്ടിയെ ഈ സന്ദർഭത്തിൽ ഈ നാടിന്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയത് അവിടെ നടന്ന പ്രസംഗങ്ങളിലൊക്കെ ഭരിക്കുന്ന ആളുകളും ഈ അതിനോട് യോജിച്ചുകൊണ്ട് സംസാരിച്ചതാണ്. വോട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ ഈ മഴയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മാർച്ച് ഈ കോർപ്പറേഷൻ ഭരിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഈ ഫണ്ട് കിട്ടിയാൽ അവർക്ക് കാര്യം നടത്തി ഞങ്ങൾ ഇതെല്ലാം ചെയ്തു എന്ന് ജനങ്ങളുടെ മുമ്പിൽ വിൽക്കണമെങ്കിൽ കാശ് വേണ്ടേ? അവര് കൂടി ഒന്നിച്ച് ഇരുന്ന് ചെയ്യേണ്ട സമരമാണത്. കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രത്യേകത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ വികസന കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ്. അവർക്ക് കൂടി ആവശ്യമാണത്. ഇനിയിപ്പോ 6 മാസം കഴിഞ്ഞിട്ട് ഫണ്ട് വന്ന് എല്ലാ കാര്യം കൂടി കഴിയുമ്പോ എവിടേക്ക് എത്തും നമ്മുടെ ഭരണ സംവിധാനങ്ങൾ? ധനകാര്യമന്ത്രിക്ക് സന്തോഷമായിരിക്കും. കാരണം കാശൊന്നും നിങ്ങൾ കൊടുക്കണ്ട, എല്ലാ കാശും അവിടെ കൈകാര്യം ചെയ്യാം. ഏകദേശം 28% ബജറ്റിന്റെ വരുന്നത് ഇങ്ങോട്ട് വെട്ടിക്കുറവുകളൊക്കെ വരുത്തി കഴിഞ്ഞാലും ബാക്കി ഉള്ളത് വെച്ചുകൊണ്ട് 2 കൂട്ടി മുട്ടിക്കേണ്ടതിന് പകരം ഈ ഫണ്ട് കൂടി എടുത്ത് അവിടത്തെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് നഗരസഭകളെയും പഞ്ചായത്തിനെയും മുനിസിപ്പാലിറ്റിയെയും ശ്വാസം മുട്ടിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോ ജൂണിൽ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് എന്തുകൊണ്ട് നിയമസഭയുടെ മുമ്പിൽ വെച്ചില്ല? ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ഫയലുകളൊക്കെ എന്ത് വേഗത്തിലാണ്, വീരം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുടെ ഫയല് പോയ വേഗത കണ്ടു കഴിഞ്ഞാൽ ഒളിമ്പിക്സിൽ പോലും ഇത്ര വേഗതയിൽ പ്രിന്റർമാർ പോലും കൂടിയിട്ടില്ല. അതാണ് അതിനകത്ത് കാണുന്നത്. ഇപ്പൊ നോക്കിയ PM ശ്രീ, പലരും ഇപ്പൊ കരുതുന്നത് ഈ PM ശ്രീയില് നമ്മൾ എന്തോ
RSS അജണ്ട നടപ്പിലാക്കാൻ പോകുന്നു എന്ന് കരുതിയിട്ട് വെളുപ്പാങ്കാലത്ത് തന്നെ ഇപ്പോൾ ക്യൂ നിന്ന് വോട്ട് ചെയ്ത ആളുകളുണ്ട്. ഇപ്പൊ അവര് നോക്കുന്നത് അടുത്തെങ്ങാൻ ഇലക്ഷൻ വരാൻ വല്ല വഴിയുള്ളതാണ്. PMC ഒരു കുഴപ്പമില്ല നടപ്പിലാക്കല്ലേ. MOU ഒപ്പുവെച്ചാൽ ഒരു മടിയില്ല, ഇതിന് പിൻവാങ്ങാനും പറ്റും. ഞങ്ങൾ പിൻവാങ്ങി, ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എത്ര മാസം ഇരുന്നു, ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. 2022-23 PMC വന്നു, ഞങ്ങൾ അനങ്ങിയില്ലല്ലോ. 23-24 PMC വന്നു, ഞങ്ങൾ അനങ്ങിയില്ല. 24-25 PMC അനങ്ങിയില്ല. 25-26 MOU ഒപ്പുവെച്ചു ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ തന്നെ മന്ത്രിസഭ തൽക്കാലം നടപടികൾ തുടരേണ്ടതില്ല എന്ന് തീരുമാനിച്ച് കത്തയച്ചു. ഒരു നടപടി ഉണ്ടായില്ലല്ലോ, ഒരു സ്കൂളും തെരഞ്ഞെടുത്തില്ലല്ലോ. ഇന്നലെ എന്തായാലും കേരളം രവി മേത്തർ MP അവിടെ രാജ്യസഭയിൽ ഉണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലായി. നല്ല ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടി. കേരളം ഒന്നും നടപ്പിലാക്കിയിട്ടില്ല, ഒരു സ്കൂളും നടപ്പിലാക്കിയിട്ടില്ല, അതിന് ഉൾപ്പെടുത്തിയിട്ടില്ല. 3 സംസ്ഥാനങ്ങളെ 0-0-0. ഒന്ന് ബംഗാൾ, പിന്നെ തമിഴ്നാട്, കേരളം. ബംഗാളിൽ ഇപ്പോ പുതിയ ഗവൺമെന്റ് വന്നപ്പോ BJP ആയതുകൊണ്ട് നടപ്പിലാക്കി. കേരളത്തിലും ഫലത്തിൽ BJP ആയതുകൊണ്ട് ഇപ്പോ അവര് നടപ്പിലാക്കി. അതാണ് ഇപ്പൊ കാണുന്ന ഭാഗം. അത് ഒരു ഭാഗം കൂടി ഉത്തരത്തിനകത്തുണ്ട്. തമിഴ്നാട് ഒപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് വിശാല താല്പര്യവും കുട്ടികളുടെ ഭാവിയെ കണക്കാക്കി വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള ഫണ്ടിന്റെ കേന്ദ്ര വിഹിതം അവർ കൊടുത്തു. കേരളത്തിലും വിശാല താല്പര്യവും കുട്ടികളുടെ ഭാവിയും കണക്കാക്കിക്കൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായ കേന്ദ്ര വിഹിതം കേരളത്തിനും കൊടുത്തു. അപ്പൊ ഒപ്പിടാത്ത തമിഴ്നാടും ഒപ്പിട്ടിട്ട് നടപടികൾ ഒന്നും സ്വീകരിക്കാത്ത കേരളത്തോടും ഒരേ സമീപനം സ്വീകരിച്ചു. മുഖ്യമന്ത്രി പറയുന്നു, UDF-ന്റെ ചെയർമാൻ പറയുന്നു, വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു, ഈ കുഞ്ഞാലിക്കുട്ടി MOU ഒപ്പുവെച്ചില്ലേ? MOU ഒപ്പുവെച്ചിട്ട് ഞങ്ങൾ നടപടി മുന്നോട്ട് കൊണ്ടുപോയില്ലോ. നിങ്ങൾ നടപടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി 1 വർഷം കൂടിയുള്ളൂ. 26-27 ഉള്ളൂ. അത് കഴിഞ്ഞ് PMC തീർന്നു. ബാക്കി കേരളം നടത്തിക്കോളണം. ഇത് ഒപ്പിട്ട് കഴിഞ്ഞാലും PMC 26-27 സാമ്പത്തിക 22-23 മുതൽ 26-27 സാമ്പത്തിക വർഷം വരെയുള്ള കേന്ദ്ര പദ്ധതിയാണ് PMC. ഇന്ന് കണ്ടത് ഞങ്ങൾ സ്കൂളും കരിക്കുലം എന്ന് പറഞ്ഞാൽ ഈ PMC തന്നെ NEP ഷോക്കേസ് ചെയ്യാനുള്ള സ്കൂളുകളാണ്. ആ കരിക്കുലം മാറാൻ ഞങ്ങൾ അനുവദിച്ചില്ലേ കോടതി പോവും. അതിനേക്കാളും അപ്പുറത്ത് പറഞ്ഞ വാക്കാണല്ലോ പ്രധാനം. വാക്കിനോട് തരിമ്പെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ പറയേണ്ടതെന്താ? അവരെ MOU ഒപ്പുവെച്ചു, മന്ത്രിസഭ അംഗീകരിക്കാതെ ഒപ്പുവെച്ച് നിയമപരമായി നിൽക്കില്ല. ആ MOU നിൽക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കോടതി പോകും. ഞങ്ങളെ ഈ ഫണ്ടല്ല മറ്റ് ഫണ്ട് തരാതിരുന്ന അതിന് ഞങ്ങൾ കോടതി പോകും എന്ന് പറയേണ്ടതിന് പകരം മലപ്പുറത്ത് പഠിപ്പിക്കണോ പറവൂർ പഠിപ്പിക്കണോ എന്ന് ഞങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾ അതിന് കേസിന് പോകുമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ പാല ഭരിക്കുന്നത് ഞാൻ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ആ രൂപത്തിലാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ വൈദ്യുതി മേഖല നോക്കിയ ഒരു കാര്യമുണ്ട്. എന്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോ പഞ്ചായത്തിന് ചോദിച്ചപ്പോ മുഖ്യമന്ത്രി പറഞ്ഞ അത് അവരൊന്നും കൊടുത്തിട്ടില്ല. LDF ആണ് ഉത്തരവാദിത്വം. പവർ കട്ട് അത് LDF ആണ് ഉത്തരവാദിത്വം. PMC അത് LDF ആണ് ഉത്തരവാദിത്വം. വഖഫ് അത് LDF ആണ് ഉത്തരവാദിത്വം. പിന്നെ എന്തിനെ വിലപ്പെടുത്തോടെ ഇരിച്ചേക്കണം? എന്തിനാ ഈ കസേരയിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്? ഇനി പറയാവുന്ന മഴ ഇത്തവണ കുറവാണ്, അത് LDF ആണ് ഉത്തരവാദിത്വം. മഴ കുറഞ്ഞത് ഞങ്ങൾ ഒപ്പുവെച്ച കരാറായിരുന്നു. ആ കരാർ റദ്ദാക്കി. അതുകൊണ്ടാണ് പവർ കട്ട് വന്നിരിക്കുന്നത്. കരാർ 2014 നിങ്ങൾ ഒപ്പുവെച്ചു. ഞങ്ങൾ ആ വൈദ്യുതി വാങ്ങി. ഉമ്മൻചാണ്ടി ആ വൈദ്യുതി വാങ്ങി. അത് ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ മുഖ്യമന്ത്രി. 2014 നിങ്ങൾ ഒപ്പുവെച്ച കരാർ എന്ന് വൈദ്യുതി വാങ്ങിക്കാനാ? 14 വാങ്ങിക്കാനല്ല, 15 വാങ്ങിക്കാനല്ല, 2016 മുതൽ 25 വർഷം. എന്നുവെച്ചാൽ 16 അധികാരത്തിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം പിന്നെ വരുന്ന ഗവൺമെന്റിന്റെ കാലത്ത് മുതൽ 25 വർഷം വാങ്ങിക്കാനുള്ളത് 65,000 മുതൽ 70,000 കോടി രൂപയുടെ കച്ചവടം ആര്യാടൻ മുഹമ്മദ് ഉമ്മൻചാണ്ടിയും 2 വർഷം മുമ്പ് തന്നെ നടത്തിയിട്ടുള്ളതാണ്. അന്ന് ശക്തമായ ആക്ഷേപങ്ങൾ. ഒന്ന് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകാരം വാങ്ങിയിട്ട് 850 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്ന കരാറാണ്. ഒറ്റ കരാറാകേണ്ടതാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. അത് 2 കരാറാക്കി. അനുമതി വാങ്ങിയില്ല. L1 കൊടുത്തില്ല, മറ്റു കമ്പനിക്ക് കൊടുത്തു. ഇത് അന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ശക്തമായി ഉന്നയിച്ചിരുന്നു. എന്നാൽ 2016 പുതിയ ഗവൺമെന്റ് വന്നു. പിന്നെ ഈ കരാർ റദ്ദാക്കി അന്വേഷണം നടത്തി പുതിയ കരാറിലേക്ക് പോകുമ്പോഴേക്കും വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ട് 16 ഞങ്ങൾ കരാർ തൊട്ടില്ലല്ലോ.
17 ആ കരാർ അനുസരിച്ച് വൈദ്യുതി വാങ്ങി. 16 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആ കരാർ അനുസരിച്ച് ആദ്യം വൈദ്യുതി വാങ്ങിയത്. 17 ആ ഗവൺമെന്റ് വൈദ്യുതി വാങ്ങി. 18 ആ ഘട്ടത്തിൽ പിന്നെ KSEB വൈദ്യുതി വാങ്ങി. 19 KSEB വൈദ്യുതി വാങ്ങി. 20 KSEB വൈദ്യുതി വാങ്ങി. 21 5 വർഷം ഒന്നാം പിണറായി സർക്കാരിന്റെ സന്ദർഭത്തിൽ പൂർണ്ണമായി വാങ്ങി. ഞങ്ങൾക്ക് റദ്ദാക്കണമെങ്കിൽ 16 പേരെ റദ്ദാക്കിയാൽ മതിയില്ലേ? ഞങ്ങൾ ഇതിനകത്ത് അഴിമതി കണ്ടവരാണ്, അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കണ്ടവരാണ്. പക്ഷേ നാടിനെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ റദ്ദാക്കിയില്ല. രണ്ടാം പിണറായി സർക്കാർ വന്നിൽ 21, 22 ഞങ്ങൾ റദ്ദാക്കിയില്ല. 22, 23 റദ്ദാക്കിയില്ല. 21 ഹൈക്കോടതിയിൽ കേസ് വന്നു. റെഗുലേറ്ററി കമ്മീഷൻ ഇവർ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നില്ല. റെഗുലേറ്ററി കമ്മീഷനോട് 3 മാസത്തിനകം തീരുമാനമെടുക്കാൻ കേരള ഹൈക്കോടതി പറഞ്ഞു. റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനമെടുത്തു. ഒന്ന്, കേന്ദ്ര നിയമപ്രകാരം റെഗുലേറ്ററി കമ്മീഷന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ കരാർ ഒപ്പുവെച്ചു. ഉത്തരവ് ഇറക്കി കഴിഞ്ഞിട്ടാണ് പിന്നീട് റെഗുലേറ്ററി കമ്മീഷൻ സമീപിച്ചത്. ഈ രണ്ടാക്കി വിഭജനം നടത്തുമ്പോ കേന്ദ്രത്തിന് അനുമതി വാങ്ങിയിട്ടില്ല. 3, ടെൻഡറിനകത്ത് സുതാര്യതയില്ല. സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടാകും. അങ്ങനെ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയത് ഞങ്ങളല്ല റദ്ദാക്കിയത്. ഞങ്ങൾ എന്ത് ചെയ്തു? ഗവൺമെന്റ് ഞങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നറിയാമെങ്കിലും 2016 മുതൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി ഈ ഘട്ടത്തിൽ ദീർഘകാല കരാർ റദ്ദാക്കിയാൽ ഉണ്ടാകാവുന്ന ജനങ്ങൾക്കും ബുദ്ധിമുട്ട് അത് മനസ്സിലാക്കി മന്ത്രിസഭ പ്രത്യേകം ചർച്ച ചെയ്തു. കേന്ദ്ര നിയമത്തിലെ 108, 109 വകുപ്പ് പ്രകാരം കേരള മന്ത്രിസഭ തീരുമാനമെടുത്ത് റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ടു, ഈ കരാർ റദ്ദാക്കിയ നടപടി നിങ്ങൾ പുനഃപരിശോധിക്കണം. റെഗുലേറ്ററി കമ്മീഷൻ പുനഃപരിശോധിച്ചു. ഗവൺമെന്റിന്റെ ആ ആവശ്യം അംഗീകരിച്ചു. അപ്പൊ കമ്പനികൾ നേരെ കോടതിയിൽ പോയി. കാരണം എന്താ? അപ്പോഴേക്കും വൈദ്യുതി വില നന്നായി കൂടിയിട്ടുണ്ട്. നേരത്തെ ഇവർക്ക് ആനുകൂല്യം കിട്ടിയെങ്കിലും വൈദ്യുതി വില കൂടിയപ്പോൾ പുതിയ കരാറാണെങ്കിൽ കൂടുതൽ വില കിട്ടുന്നവർക്ക് അവർ കോടതിയിൽ പോയി. റെഗുലേറ്ററി കമ്മീഷന്റെ ഫൈൻഡിങ്ങിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അഴിമതി ആ കാലഘട്ടത്തിൽ നടത്തി, തെറ്റായ വഴി നടത്തി എന്നത് ശരിയായിരുന്നു. പക്ഷേ ഗവൺമെന്റിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അവരത് റദ്ദാക്കി. പക്ഷേ ട്രിബ്യൂണലും പിന്നീട് ഹൈക്കോടതിയും കമ്പനികളുടെ ആവശ്യം അംഗീകരിച്ചു. അല്ലാതെ ഞങ്ങൾ റദ്ദാക്കിയതല്ല. പിന്നെ ഈ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയിട്ട് എത്ര മാസം കേരളം ഓടി? ഒരു കട്ടുണ്ടായില്ല. ഇറാൻ അടുക്കളയിൽ വന്നില്ലേ? അമേരിക്കയുടെ ആക്രമണം, ഗ്യാസില്ല, ഇൻഡക്ഷൻ കുക്കറുകൾ എല്ലാം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടു. വൈദ്യുതി ഉപഭോഗം കൂടുതൽ. 1 മിനിറ്റ് പവർ കട്ട് ഉണ്ടായില്ല. ഇപ്പോ ആ രൂപത്തിൽ ജനങ്ങളെ ദ്രോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എല്ലാ വിധത്തിലുള്ള ദ്രോഹത്തിന്റെ മറ്റൊരു ഭാഗമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന രീതിയിലുള്ളത്. കൊച്ചി കോർപ്പറേഷൻ പിന്നിട്ട് 5 വർഷം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെ അംഗീകാരം നേടിയ ഭരണത്തിന് LDF നേതൃത്വം നൽകി. സഹവലിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി എല്ലാവരുടെയും അംഗീകാരം വേണ്ടിയെടുത്തുമാണ്. ഗവൺമെന്റും കോർപ്പറേഷനും ഒന്നിച്ചു നിന്നു. ആവശ്യങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇവിടെ താമസിച്ചുകൊണ്ട് ഏകോപിതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കോർപ്പറേഷനും സംസ്ഥാന ഗവൺമെന്റും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചു. നല്ല മാറ്റങ്ങൾ നാട്ടിലുണ്ടായി. ഇപ്പോ ഈ സ്ഥാപനങ്ങളിൽ ശ്വാസം മുട്ടിക്കുകയാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പൊ നടത്തുന്ന ഈ സമരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഈ കോർപ്പറേഷനിലെ മുഴുവൻ ജനപ്രതിനിധികൾക്ക് വേണ്ടിയുള്ളതാണ്. അവർക്ക് വേണ്ടി മാത്രമല്ല, ഈ നടപടി മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണ ജനവിഭാഗങ്ങൾ, ഭിന്നശേഷിക്കാർ, കുഞ്ഞുങ്ങൾ, രോഗികൾ, അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ താല്പര്യമുള്ള മുഴുവൻ ആളുകളും അവരുടെ ആവശ്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളുടെ പിന്തുണ ഈ പ്രക്ഷോഭത്തിന് ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭം ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദികൾ.